ഒരു പാക്കറ്റ് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി കൊണ്ടാണ് ഞാൻ ഈ പഫ്സ് ഉണ്ടാക്കിയത്. ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ, ഇഷ്ടമായതുകൊണ്ട് നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാണ് കേട്ടോ. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ഹെൽത്തി റെസിപ്പി അല്ല. മൈദയ്ക്ക് പകരം ഗോതമ്പ് നമ്മൾ ഈ കുക്ക്ഡ് ചപ്പാത്തി ഉപയോഗിക്കുന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല അളവിൽ ഇതിനകത്ത് ബട്ടറൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ബട്ടറൊക്കെ യൂസ് ചെയ്താലേ പഫ്സിന് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ വല്ലപ്പോഴും നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 വലിയ സവോള ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുവാണ്. നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ മസാല നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളിയൊക്കെ നല്ല വെന്ത് കിട്ടും. ഒരു 2 മീഡിയം സൈസിലുള്ള സവോളയാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഈ സവോള അരിഞ്ഞതും ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്ന രീതിയിൽ അടച്ചു വെച്ച് വേവിക്കുന്ന കേട്ടോ നല്ലത്. അപ്പോൾ പെട്ടെന്ന് സവോളയുടെ നിറം മാറി കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഉള്ളി ഈ ഒരു കളറായി കഴിയുമ്പോൾ ഇനി പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ട് വഴറ്റി പൊടികളുടെ ഒരു ചുവ മാറിക്കഴിയുമ്പം കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അടച്ചു വെച്ച് വെന്ത് വരുന്നവരെ കുക്ക് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഏകദേശം ഒരു 100 ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഫ്സിലും പിന്നെ ഈ പഫ് പേസ്ട്രി ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടത്തില്ലേ, അതിലുമൊക്കെ നല്ല അളവിൽ ബട്ടർ അല്ലെങ്കിൽ മാർജറിൻ ഡാൽഡയൊക്കെ യൂസ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മളതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു 1/3 ബട്ടർ മാത്രമാണ് ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള തണുത്തിരിക്കുന്ന ബട്ടർ ആണെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്താൽ മതി. ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതങ്ങ് സോഫ്റ്റ് ആയിക്കോളും. അതൊരു ചെറിയ ടിപ്പാണ്. അടുത്തത് നമുക്ക് വേണ്ടത് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി. ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല, പക്ഷേ നല്ല തിന്നായിട്ട്, ചിലതൊക്കെ കുറച്ച് കട്ടിയിൽ പരത്തിയതായിരിക്കും. അത്യാവശ്യം നല്ല തിന്നായിട്ട് പരത്തിയതാണെങ്കിൽ കൂടുതലും നല്ലതാണ്. ഇനി നമുക്കിത് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഒന്നിട്ടിട്ട് ഒരു ചപ്പാത്തി വെച്ചു. അതിനകത്തേക്ക് ഇതുപോലെ ബട്ടർ തേച്ച് കൊടുക്കാം. എത്ര ബട്ടർ തേക്കണം എന്നൊന്നും കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവേ. അത്യാവശ്യം നല്ല അളവിൽ തന്നെ ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 ലെയറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു 4 ചപ്പാത്തി വെച്ചിട്ട് 2 പഫ്സാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെച്ച് ചെയ്യത്തില്ല, പകുതി വെന്തതാണല്ലോ. അപ്പം ഈ പഫ് പേസ്ട്രി ഷീറ്റൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഈ മസാല വെച്ച് മൂടി വെക്കാൻ പറ്റും. ഇതിനങ്ങനെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 പീസായിട്ടേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ലെയർ ചെയ്തതിന് ശേഷം ഈ അവസാനത്തെ ലെയർ ചപ്പാത്തി വെച്ചിട്ട് അതിലും ബട്ടർ തേച്ചിട്ടുണ്ട്, ഏറ്റവും മുകളിലും ബട്ടർ തേച്ചിട്ടുണ്ട്. എന്നിട്ട് 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യാം. സാധാരണ പേസ്ട്രി ഷീറ്റ് വെച്ച് ചെയ്യുന്നതാണെങ്കിൽ ഇതിൽ നമുക്ക് 4 പഫ്സ് ഉണ്ടാക്കാൻ പറ്റും, സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒട്ടും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യത്തില്ല, വലിയത്തില്ല. അതുകൊണ്ട് നമുക്ക് 2 എണ്ണ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതേ കുറച്ച് മസാലയുടെ അളവ് കൂടി പോകണ്ട കേട്ടോ, കുറച്ച് വെച്ചാൽ മതിയേ. പുഴുങ്ങിയ മുട്ടയും കൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ചിക്കൻ പഫ്സോ വെജിറ്റബിൾ പഫ്സോ മീറ്റ് പഫ്സോ ഒക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനിന്ന് എയർ ഫ്രയറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 പഫ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ സാധാരണ എഗ് വാഷ് മാത്രമാണ് ചെയ്യുന്നത്. ഞാനിതിനകത്ത് ആദ്യം കുറച്ച് ബട്ടറും പിന്നെ 1 എഗ് വാഷും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം പേസ്ട്രി ഷീറ്റിലാണെങ്കിൽ അതിൽ നല്ലപോലെ ബട്ടർ മാവ് റെഡിയാക്കുന്ന സമയത്ത് തന്നെ ബട്ടർ ഉണ്ടാവും. ഇതിപ്പോൾ ചപ്പാത്തിയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് മുകളിൽ കുറച്ചും കൂടി ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് എഗ് വാഷും കൂടെ ചെയ്യുമ്പം നല്ലൊരു കളർ കിട്ടും, പുറമേ നല്ലൊരു ബ്രൗൺ കളർ കിട്ടും. ആദ്യം ഞാൻ ബട്ടർ മാത്രം വെച്ചൊന്ന് ബേക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു കളർ വന്നില്ല. അതുകൊണ്ടാണ് പിന്നെ എഗ് വാഷും കൂടെ ചെയ്യുന്നത്. വെറുതെ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ട് മുകളിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എയർ ഫ്രയറിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റാണ് ആദ്യം ഞാനിത് ബേക്ക് ചെയ്തത്. ഇത് അടുത്ത സൈഡും കൂടി നമുക്കൊന്ന് തിരിച്ചിട്ട് വീണ്ടും ബേക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് 10 മിനിറ്റ്സ് ആദ്യം ചെയ്താൽ മതി. സ്റ്റൗ ടോപ്പിൽ വെച്ചത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അത് ശരിയാവാൻ ചാൻസ് കുറവാണ്. കാരണം ഇത് പുറമേയൊക്കെ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ബ്രൗൺ കളറിലൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതാക്കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ, നല്ല ലെയേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പുറമേ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇത് എയർ ഫ്രയറിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് അടുത്ത സൈഡും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണ്ടോ. ആ ഒരു സൈഡ് അങ്ങനെ ക്രിസ്പി ആയിട്ടില്ല, അതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല.
അപ്പോൾ തിരിച്ച് വെച്ചിട്ട് വീണ്ടും കുറച്ചും കൂടി ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടണമെന്നേ ഉള്ളൂ. പിന്നെ ഇത് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ വേവും കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പഫ്സ്. മൈദ വെച്ചുണ്ടാക്കുന്ന പഫ്സുമായിട്ട് കമ്പയർ ചെയ്യരുത്, അതിൻ്റെ ഒരു ടെക്സ്ചറും ഒക്കെ വേറെയാണ്. അറിയാമല്ലോ, ഇങ്ങനെ പൊടിഞ്ഞ് വീഴുന്ന പോലെ ആയിരിക്കും ആ ഒരു പഫ്സ് ഉള്ളത്. പക്ഷെ ഇതങ്ങനെയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. പെട്ടെന്ന് തന്നെ സാധനം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ.